കാണുമ്പോൾ വിചാരിക്കുന്നത് അവിടെ ഏതോ സെലിബ്രിറ്റി മോഹൻലാല് മമ്മൂട്ടി ആരോ നിൽപ്പുണ്ട്. മാഫിയ എൻ്റെ പൊന്നു, അതിൻ്റെ ഫ്രണ്ടിൽ നീയോണൊക്കെ ഇട്ട് വരുമ്പോൾ ഉള്ള ലുക്ക് കാണുന്നു. മോഹൻലാല് മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കൊമ്പനും കൊണ്ണസൊക്കെ ഏതാ ലെവല് തുണികളെ മൂളിയായിട്ടിരിക്കില്ല അതുപോലെ ഒത്തിരി കത്തിയതല്ലേ നമുക്കിപ്പം ഇപ്പോഴുള്ള വിഷയം. നമുക്കൊന്ന് കത്തിച്ചാലോ? അപ്പോൾ മച്ചാന്മാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം ഇപ്പം പുതിയ ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂ ട്രെൻഡിങ് എന്ന് പറഞ്ഞ് ബമ്പറില്ല, ടോപ്പ് ലൈറ്റ് ഇല്ല, വണ്ടിയായിട്ട് പോകുന്നു. അതിനിടയിൽ ഒരു വീഡിയോ വൈറലായി. ബസ് ഓണേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള കറക്റ്റ് ഒരു വീഡിയോ. അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ഗൈസ്. അപ്പോൾ മച്ചാന്മാർ ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇന്നത്തെ റിയാക്ഷൻ കണ്ടന്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എന്നിട്ട് ആ മാസം നടത്താം. ഇത് കറക്റ്റാണ്. ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ് ഓണേഴ്സിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ ഇതായിരിക്കണം. കാരണം ഒരുപാട് ഈ ഒരു വീഡിയോസ് ഇങ്ങനത്തെ ഈ ഒരു ഓഡിയോയിൽ പെട്ടെന്നാണ് കുറേ പേരൊക്കെ വീഡിയോ ചെയ്ത്. ഇപ്പോഴാണ് ആലോചിച്ചു അയ്യോ എല്ലാവർക്കും ഇതായിരുന്നു അവസ്ഥ എന്നുള്ള രീതിയിൽ എല്ലാവരും അറിഞ്ഞു വന്നത് ഈ ഒരു ഓഡിയോ. ഈ ഒരു ഓഡിയോ ആണെങ്കിൽ പണ്ട് മുതലുള്ളത്, പക്ഷേ കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള അവസ്ഥ വന്നത് 2022 ഗൈസ്. അപ്പോൾ വെച്ചാൽ മതി അത് കണ്ടിട്ട് തുടക്കം സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് അത് സീരിയസ് ആയിട്ട് എടുക്കും, പിന്നെ കോമഡി ആയിട്ട് എടുക്കുന്നവർക്ക് അത് കോമഡി ആയിട്ട് എടുക്കും. എനിവേ അതാണ് ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ് ഓണേഴ്സിന്റെയും ജീവനക്കാരുടെയും അവസ്ഥ. അടുത്തത് വലിയ വണ്ടികൾ ഓട്ടിക്കാൻ ഭയങ്കര എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന കുറേ പേരുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരുപാട് പാടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓടിക്കുന്നവർ എല്ലാവരും പറയുന്നുണ്ട് കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എളുപ്പമല്ല വലിയ വണ്ടികൾ ഓടിക്കണം. ഇതെന്താ കേസ് അടി തട്ടുമോ തട്ടില്ല എന്നുള്ള രീതിയിൽ വേറൊന്നുമില്ല, ചെറിയ കട്ട ഇറക്കുവാണ്. പക്ഷേ കാറാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ എടുത്തോണ്ട് പോയിക്കോട്ടെ. പക്ഷെ ഇത് കണ്ടോ ഒന്ന് ക്ലിയർ വിളി ഇറങ്ങി നോക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡായിപ്പോയാൽ തറ തട്ടും. ആ ഒരു രീതിയിലാണ് ആ വണ്ടി. അതും ജയ്ഗുരു നമ്മുടെ ഗാങ്സ്റ്റർ ഡിക്ഷൻ 2ാം ജന്മത്തിൽ പുനർജനിച്ച ഗാങ്സ്റ്ററാണ് കേസ്. അതുപോലെ തന്നെ ഗാങ്സ്റ്ററിന്റെ പ്രത്യേകത പറയുമ്പം ഇപ്പം കണ്ടല്ലേ ഫ്രണ്ടിൽ ടോപ്പ് ലൈറ്റ് ഇല്ല, ക്രാഷ് കാർഡില്ല, ലൈറ്റ്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വീഗയിൽ ആ ഒരു ബ്ലാക്ക് കളർ വന്നപ്പോൾ കോമ്പിനേഷൻ പറയാതിരിക്കാൻ വയ്യ കേസ്, മാസാണ്. ഇപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മൾ ടൂറിസ്റ്റ് ബസ് ഫീൽഡിലും വരുന്നുണ്ട്. ഏതാ ആ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഓഡിയോ കേട്ടിട്ട് കുളിപ്പിച്ചൊരു മുച്ചി നീ കുളിച്ചോടാ മുത്ത എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ്, ഒരുപാട് ഇപ്പം ഇതിലുള്ള കോൺസെപ്റ്റ് ആപ്റ്റായിട്ടുള്ള ഓഡിയോ ഒക്കെ കണ്ടുപിടിച്ച് വെറൈറ്റി ആയിട്ട് ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കൊമ്പൻ്റെ ആരാധകരുടെ വീഡിയോ. എന്താണ് കൊമ്പനെന്ന് നമുക്ക് ഈ വീഡിയോ ആണ് മനസ്സിലായി. സ്കൂള് വിട്ടു വരുന്ന പയ്യന്മാർ, ഷട്ടർ ഒരു ഡോർ തുറന്നു കൊടുക്കുന്ന മാമൻ, പിള്ളേർ ഓടിപ്പോവാണ്. കാണുമ്പോൾ വിചാരിക്കുന്നത് അവിടെ ഏതോ സെലിബ്രിറ്റി മോഹൻലാല് മമ്മൂട്ടി ആരോ നിൽപ്പുണ്ട്. അതൊക്കെ നോക്കുന്നുണ്ടോ? മാമൻ അടയ്ക്കാൻ പോയി. ഇന്നലെ ഒരുത്ത ഇടിച്ച് കയറി പറഞ്ഞു ഏതാ കിടക്കണ വണ്ടി. റോഡിൽ കൂടെ ഏതോ ബസ് പോകുന്നു, സ്പീഡ് കൊമ്പൻ. കൊമ്പനെ കാണാൻ വന്ന പിള്ളേരാണ്. ഇതാണ് ഗീസ് പവർ. മോഹൻലാല് മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കൊമ്പനും കൊണ്ണസൊക്കെ ഏതാ ലെവല്. അതിപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. സിനിമാ നടന്മാരെ ആരാധിക്കുന്നവരുണ്ടാവും, ടൂറിസ്റ്റ് ബസ്സിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, KSRTC ബസ്സിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, നമ്മളൊക്കെ വലിയ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാ. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ് എന്ന് തന്നെ വീര കേട്ടാ അപ്പോഴും നോക്കിയിരിക്കും. അതാണ് കേസ് പവർ. ജിന്നിന്റെ നമ്മളെ ജയ്ഗുരുവിന്റെ ജിന്നിലും ക്രാഷ് കാർഡും ടോപ്പ് ലൈറ്റ് ഒക്കെ കൂടി കേസ്. കേട്ടായിരുന്നു യാതൊരു ബസ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ജയ്ഗുരിൻ്റെ ജിന്ന്. പക്ഷെ ഫ്രണ്ടിൽ ക്രാഷ് കാർഡൊക്കെ ഇപ്പോൾ എന്തോ പോലെ ഇരിക്കും, തുണികളെ മൂളിയായിട്ടിരിക്കില്ല അതുപോലെ ഇരിക്കും. പക്ഷേ ടോപ്പ് ക്രാഷ് കാർഡൊക്കെ നല്ല രസമാണ്, എന്തോ പോലെ ആയിപ്പോയി. മിസ്സിങ് ബാഡ് ലുക്ക്. നെക്സ്റ്റ് വീഡിയോ ഇതൊക്കെയാണ് കേസ് പവർ എന്ന് പറഞ്ഞത്. എൻ്റെ പോയിനെ വണ്ടികൾ കൊണ്ടുവന്നിട്ട് ഡാൻസ് സൈഡിൽ പാട്ടൊക്കെ ഇട്ട് കിടന്ന് വൈബായിട്ട് എടുത്തുള്ളണം. അതൊക്കെ ഇനി ഏത് കാലത്ത് പറ്റുമോ എന്തോ. ദുബായിലായിട്ടാ പോവാ.
അവിടെ ആകുമ്പോൾ ദുബായിലാകുമ്പോൾ കാറിൻ്റെ എക്സോസ്റ്റ് ഒക്കെ കിടിയിട്ട് മോഡിഫൈ ചെയ്യുന്ന കാറുകളുണ്ട്. അപ്പോൾ അമ്മയിലത്തോട്ട് എക്സോസ്റ്റ് ചെയ്തിട്ട് ടുപ്പോൾ പൊട ആകെ കണ്ട സൗണ്ടിൽ കിടന്ന് ഡാൻസ് കളി. എല്ലാവരും ചൂടണല്ലോ. ആ പാട്ട് സൂപ്പറല്ലേ, കടുവയില്ല. വാ ഒരു രക്ഷയില്ല. നമ്മുടെ ബസ്സിൻ്റെയൊക്കെ വീഡിയോയിൽ ആ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് എന്ത് കിടു ലുക്കാണെന്നറിയോ. വേറെ ലെവൽ ഫീലാണ് ഈ പാട്ടൊക്കെ ഇടുമ്പോൾ. വൈബ് കണ്ടോ ഗൈസ്, ആ പിള്ളേർ അവിടെ കിടന്ന് ഡാൻസ് കളിക്കണം. വൈബ് അത് എന്തൊക്കെ ചെയ്താലും പൊളിയാണ് ഗൈസ്. ഒത്തിരി കത്തിയതല്ലേ നമുക്കിപ്പം ഇപ്പം ഉള്ള വിഷയം. നമുക്കൊന്ന് കത്തിച്ചാലോ. ഒരു പുത്തിരിയേ ഉള്ളൂ ഗൈസ്. പുത്തിരി ഇപ്പം ട്രെൻഡിങ് ആണ്. നമുക്ക് തമ്മിൽ ഇടണം ഗൈസ്. ഇത് ആ ടോപ്പ് ലൈറ്റും ക്രാഷ് കാർഡൊക്കെ ഉള്ളപ്പോൾ വണ്ടികളുടെ ലുക്കെന്ന് പറഞ്ഞിട്ട് പൊന്നു ഇമ്മാതിരി ലുക്കാണ്. അടുത്ത നമ്മളെ ലെജൻഡ് ബസ്സിൻ്റെ 4ാമത്തെ വിഷയം ഇറങ്ങി, ദ കാർലോ. എനിക്ക് കാർലോ എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് വേറൊന്നും കണ്ടില്ല, PUBG കളിക്കുന്ന കാസ്ട്രോ ഇല്ലേ, യൂട്യൂബർ, മൈ ഫേവറേറ്റ് യൂട്യൂബറാണ് പുള്ളിക്കാരൻ. 1 മില്യനേക്കാളും ഫോളോവേഴ്സ് ഉള്ളു, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം പുള്ളിക്കാരൻ റോൾ പ്ലേ ആയിരിക്കും, GTA റോൾ പ്ലേ. അതിൽ പേരതാണ് കാർലോ. ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ലെജൻഡിൻ്റെ കാർലോ അടിച്ച് ഇറങ്ങിയായിരുന്നു, പച്ച പ്ലസ് കറുപ്പ്. ഈ കളർ അജകുമാർക്ക് എവിടെ നിന്ന് ഇടുന്നുണ്ടോ. ആദ്യത്തെ വണ്ടി ബ്ലാക്ക് ചുവപ്പ്, രണ്ടാമത്തെ വണ്ടി നീല കറുപ്പ്, മൂന്നാമത്തെ വണ്ടി മഞ്ഞ കറുപ്പ്, അല്ലെ മൂന്നാമത്തെ വണ്ടി ആണെങ്കിൽ മാഫിയ. എൻ്റെ പൊന്നു, അതിൻ്റെ ഫ്രണ്ടിൽ നീയോണൊക്കെ മഞ്ഞ നീയോണൊക്കെ ഇട്ട് വരുമ്പോൾ ഉള്ള ലുക്ക് കാണുന്നു. കണ്ടു തന്നു. അതുപോലെ ആയപ്പോൾ ലെജൻഡിൻ്റെ ഈ വണ്ടി പച്ച കറുപ്പ് എല്ലാ കളറായപ്പോൾ. ഏതാ സൈഡ് ലുക്ക് കണ്ടാ ഗൈസ്, ഏതാ ഇതാ കാർലോന്ന് സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതാ പവർ ലെജൻഡ് എന്ന സിനിമ അതാ. ഇപ്പം 4 വണ്ടിയാണ് ഗൈസ്. 4 വണ്ടിക്കും വെറൈറ്റി പേരാണ്. ഒന്നാമത്തെ വണ്ടി ദ ഡോൺ, രണ്ടാമത്തെ വണ്ടിയുടെ പേരെന്തായിരുന്നു ഓർമ്മയിട്ടില്ല, മൂന്നാമത്തെ വണ്ടി ദ മാഫിയ, 4ാമത്തെ വണ്ടി ദ കാർലോ. പിന്നെ ഈ 4 വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ മഞ്ഞ മാഫിയ. സംഭവം BMR ഉണ്ട്, 2 ബാക്കൊക്കെ വെട്ടി സെഡോൺ ആക്കിയതാണ്. എന്നാലും ലുക്ക് കണ്ട സെഡോൺ തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ഉണ്ട്, ഓഡിയോ സിങ്ക് ആവുന്ന കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഓഡിയോ ആണ് അടുത്തത്. അപ്പുറത്തെ വണ്ടിയിലേക്ക് ഇരുന്ന് ഡാൻസ് കളിക്കും വേറെ വണ്ടിക്കാർ വന്നപ്പോൾ. ഇതാണ് കേസ് പവർ. കോമഡി അല്ലേ, കോമഡി ആയിട്ടുള്ള ഒരുപാട് ഓഡിയോസ്. ഇതൊക്കെ എഡിറ്റെന്ന് പറഞ്ഞാൽ ഇരുന്നങ്ങ് ആലോചിക്കുകയാണ് അടുത്തിന് ഏത് ഓഡിയോ ഇട്ട് വീഡിയോ ഉണ്ടാക്കുകയെന്ന് പറയും. ഉമ്മാരൊക്കെ എഡിറ്റേഴ്സൊക്കെ വേറെ ലെവലാണ്. ലൈറ്റ് ഉണ്ടാകും. ക്രാഷ് കാർഡും ലൈറ്റും ടോപ്പ് ലൈറ്റൊക്കെ ഉള്ളപ്പം വണ്ടി കാണാൻ പ്രത്യേക ഒരു മൊഞ്ച. ആ മൊഞ്ച് എത്ര കാലം കഴിഞ്ഞാലും അവിടെ തന്നെ കാണണമല്ലോ. ഇപ്പൊ ഒരു വൻ കോമഡി ഉണ്ട്. എന്തോ പറഞ്ഞല്ല കൂടെ അൺഎക്സ്പെക്ട്. അതിന് അപ്പൊ കറക്റ്റ് ആ സമയത്ത് എങ്ങനെ വീഡിയോ എടുത്തതെന്തോ കറക്റ്റ് ആ സമയത്ത് പിള്ളേരെല്ലാം കൂടെ ഡാൻസ് കളിച്ചപ്പോ ബ്രാ കുളിച്ചതോ പറഞ്ഞല്ല കേട്ടോ. നമ്മുടെ അനീരത്തിന്റെ കറുത്ത ദ്രൗപദി, ക്രാഷ് കാർഡ്, ടോപ്പ് ലൈറ്റ്, എല്ലാം ഉണ്ടല്ലോ. ഫ്രണ്ടിൽ ദ്രൗപദി എന്ന് എഴുതിയിരിക്കുന്നു. അനീരം ബ്ലാക്ക് എല്ലാ കാലത്തും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ബ്ലാക്ക് എന്നാ സുമ്മാവാ, കറുപ്പാട് അത്ര കാലം കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണും. അല്ല അനീരത്തിന്റെ പ്രത്യേകത ആ ഒരു ബ്ലാക്ക് കൊണ്ട് കാണാൻ ഭയങ്കര ലുക്കാണ്. എങ്ങനെ നോക്കിയാലും അത് ഞാൻ എന്നൊക്കെ ഫോട്ടോ വേണം ഒന്നൊക്കെ എത്ര കണ്ടാലും മതി വരാത്ത ഐറ്റം. ഇതിന് മാത്രം ആ വണ്ടി എന്താ ഉള്ളി. അപ്പോൾ വച്ചാൽ മറ്റേ ഇപ്പം പുതിയ ട്രെൻഡിങ് അല്ലേ, ഫ്രണ്ട് ക്രാഷ് കാർഡും ബമ്പറൊന്നും ഇല്ലാത്ത. ഇനി കുറച്ച് കാലത്ത് എങ്ങനെയുള്ള വണ്ടികളൊക്കെ കാണാനില്ലേ. എങ്ങനെ കണ്ടാലും നമുക്ക് നമ്മളെ ചെറുക്കന്മാരെല്ലാം കൊമ്പന്മാർ തന്നെ. അതിന് ടോപ്പ് ലൈറ്റ് ഇല്ലെങ്കിലും ക്രാഷ് കാർഡ് ഇല്ലെങ്കിലും നമ്മുടെ ചെറുക്കന്മാർ പണ്ടേ കിട്ടില്ല. ആ മൊഞ്ച എന്തൊക്കെ അടക്കി കളഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാവും അല്ലേ. കമന്റ് ചെയ്യുക അല്ലേ. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തിരിച്ചു വരും കേസ് നമ്മൾ പലരോടെ. പെരുന്നാൾ വന്നിട്ട് പാപ്പ കുർബാനയ്ക്ക് പള്ളിയിൽ പോയിട്ടില്ല. പിന്നെ വൺ ഡേ തിരിച്ചു വരും നമ്മൾ, ഉറപ്പായിട്ട് തിരിച്ചു വരും. അപ്പോൾ മച്ചാൻ വരുന്നത് ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യണേ. അപ്പോൾ മച്ചാൻ വരെ അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
ടാറ്റാ.